അപ്പൊ സുഗുണ സംശയിക്കേണ്ട, നീ എഴുതി വെച്ചോ. ദാ ഭൂമി ദേവിയെ സാക്ഷി നിർത്തി രമേശൻ പറയാ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ എന്തൊക്കെയോ രമേശന് മണക്കുന്നുണ്ട്. എന്ന് വെച്ചാ തീഫ് ഷിപ്പിൽ തന്നെ. എന്തോന്ന്? കള്ളൻ കപ്പലിൽ തന്നെ. തന്നെ സുഗുണ തന്നെ, കള്ളൻ കപ്പലിൽ തന്നെ. ആ കള്ളനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഞാൻ കണ്ടുപിടിക്കും. അമ്മയാണ്, അച്ഛനാണ്, കണ്ണ് ദൃഷ്ടിയാണ്, ഭൂമി ദേവിയാണ്, വേളാങ്കണ്ണി മാതാവാണ്, എന്റെ ഈ കൂളിംഗ് ഗ്ലാസ് ആണ്. അല്ല, ആണയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്നതിന് ബലം കിട്ടൂ. ഉള്ള ബലം അത്, നീ കാര്യം പറ. എനിക്ക് ഡൗട്ടുകൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും എന്റെ അളിയനും വിശ്വാസാരും കൂടുതൽ ഉന്മേഷവാന്മാരാവുകയാണെന്ന്. സതിച്ചേച്ചിക്കാണ് അവിടെ വിഷമം കൂടിക്കൂടി വരിക. ലീലാവതി ചേട്ടത്തിയാണെങ്കിൽ അവിടെ ദുഃഖപ്പായും വിരിച്ച് കിടപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങൾ വല്ലാത്ത കുഴപ്പത്തില. ഞാനുണ്ടല്ലോ, രണ്ടുപേരെ ഒന്ന് ഫോളോ ചെയ്തു, രണ്ടുപേരും വല്ലാത്ത ഹാപ്പിയാണ്. മറിയച്ചേടത്തിയുടെ ഓഫീസിലാണ് ഇവർ സ്ഥിരമായിട്ട് പോകുന്നത്. മറിയച്ചേടത്തിയാണെങ്കിൽ കാറിന്റെ പലിശ വേണം, പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് സഹിച്ചേച്ചിയും ലീലാവതി ചേച്ചിയും ഫോണിൽ നേരിട്ടും ഭീഷണിപ്പെടുത്തുകയാണ്. മറിയച്ചേട്ടത്തി അങ്ങനെ കണ്ണു ചോരയില്ലാതെ പെരുമാറുന്ന ഒരു സ്ത്രീ അല്ല. അപ്പൊ എന്തോ ഒരു ഒത്തുകളി ഇല്ലേ? അതൊന്നും എനിക്കറിയാം. കാറ് പോയതിന്റെ വിഷമത്തിനിടയിലും എങ്ങനെ കാശ് കൊടുക്കാന്നുള്ള വിഷമത്തിലാണ് സതിച്ചേച്ചിയും ലീലാവതി ചേട്ടത്തി. അല്ല, ഇതാരായത്? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം കഴിഞ്ഞപ്പോ വീണ്ടും കാറിന്റെ പ്രശ്നം തുടങ്ങി. ചേട്ടത്തി ഒന്ന് സഹായിക്കണം. മനസ്സിലായില്ല. സതി ലീലാവതിയും കാറിന്റെ അന്വേഷണമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുക. ഓരോരുത്തര് തുനിഞ്ഞിറങ്ങിയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ വിശ്വനാഥ? അതല്ല ചേട്ടത്തി, ചേട്ടത്തിയാണല്ലോ കാറിന് ഫൈനാൻസ് ചെയ്തത്. അതിന്റെ കാശ് ഉടൻ കിട്ടണോന്ന് പറഞ്ഞ് ഒരു വിരട്ടല്. അങ്ങനെ വിരട്ടിയാൽ കാർ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണമെന്നും പറഞ്ഞ് കൂടുതൽ ബഹളം കൂട്ടത്തില്ലയോ? ഇല്ല, ഇതൊന്നൊഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. അവരുടെ മനഃശാസ്ത്രം എനിക്കറിയാം. രണ്ടുപേരും അടിസ്ഥാനപരമായി എല്ലാത്തിനോടും പേടിയുള്ളവരാ, പാവങ്ങളുമാണ്. രണ്ടിനെ എനിക്കറിയാം. വിരട്ടല് ഫലിക്കും ചേട്ടത്തി, എനിക്ക് ഉറപ്പാണ്. ഉറപ്പാന്നേ? 100%. എന്നാ ഞാൻ ലീലാവതിക്കും സതിക്കും ഫോൺ ചെയ്ത് വിരട്ടൽ ഉദ്ഘാടനം ചെയ്യാം. ചേട്ടത്തി, ഫോണിൽ വിളിച്ചുള്ള വിരട്ടല് മാത്രം പോരാ, നേരിട്ടും ചെന്നൊന്ന് വിരട്ടണം. മറിയ ചേട്ടത്തി കാശ് ചോദിക്കാൻ വരുന്നു എന്നറിഞ്ഞാൽ രണ്ടുപേരും വിരണ്ടു പോകും. ഇത്രയും ബുദ്ധിമാനാണെന്ന് കണ്ടാ പറയേല കേട്ടോ. ലീലാവതി, നീ വന്നെന്തെങ്കിലും കഴിക്കാൻ. പോലീസ് അന്വേഷണം നടക്കുകയല്ലേ, കാറ് കിട്ടും ലീലാവതി, കിട്ടുമെന്ന്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ വരെ പോർച്ചില്, ഈ പോർച്ച് എനിക്കിപ്പോ കാണുമ്പോ ഞാൻ ഹൃദയം പൊട്ടി പ്രാവിയുണ്ടല്ലോ, ആ കാറുകളന്മാരുടെ കണ്ണു പൊട്ടിക്കൊണ്ടുപോകും. പ്രാവക്കത്തിന് ഞാൻ കാലനാണ്, കാലൻ. ഞാൻ തണ്ട പ്രാവാൻ പോവുകയാണ്. ഇത് മോഷ്ടിച്ച മോഷണക്കാരന്മാരുടെ കുടുംബത്തിൽ ഭയങ്കര ആപത്ത് നടക്കണേ ഭഗവാനെ. ഇനി പേടിക്കണ്ട, ഏറ്റ് ഇനി ഭഗവാൻ നോക്കിക്കോളും. കാറ് പോയിട്ട് നരേട്ടന് ഒരു വിഷമവും ഇല്ലല്ലേ? ആര് പറഞ്ഞു? എനിക്കുണ്ട് വിഷമം. പക്ഷെ ആണുങ്ങൾക്ക് ഇങ്ങനെ കരയാൻ പറ്റില്ലല്ലോ. ഞാനെല്ലാം എന്നിൽ തന്നെ ഒതുക്കുക. കരയണ വളിയെ, കണ്ണീര് പുറത്തു പോണം. അതിന്റെ കൂടെ നമ്മുടെ വിഷമവും പോവും. അയ്യോ, മറിയിച്ചെടുത്തി. നിങ്ങൾ അകത്ത് പറ്റോ? ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. കിടന്നു. അവരില്ല ഏട്ടാ, രാവിലെ എവിടേക്കോ പോയി. മറിയച്ചേട്ടത്തിയെ പേടിച്ചു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ പോയി ഒളിച്ചാലും മറിയച്ചേട്ടത്തി കണ്ടുപിടിക്കും. കട്ടും കൈയിട്ടും വാരി ഉണ്ടാക്കിയ കാശല്ല പോയാ കയ്യും കെട്ടി ഇരിക്കാന്. അതന്നെ, അവർ ഭയങ്കര ആസാമികളാണ്.
ഇനി പുറത്തു പോയതായിട്ട് ഷോ കാണിക്കുന്നതാണോ എന്തോ? രാവിലെ എല്ലാരും കാണാൻ വീടും പൂട്ടി ഇറങ്ങിയിട്ട് അപ്പുറത്തൂടെ മതിലിയാടി വന്ന് പുറകെ കൂടെ വന്ന് ശ്വാസം പിടിച്ചിരിക്കുന്നതായിരിക്കും. കടം കയറുമ്പോ മനുഷ്യൻ എന്തും കാണിക്കും. എനിക്കിതിനൊക്കെ ഭയമാണ്. ഒരു മിനിറ്റ് ഒരു നമ്പർ ഉണ്ട്. ഹലോ, വിശ്വാസ് സാറുണ്ടോ? സാറിന് കാശ് തരാനുള്ള ഒരാൾ ഇതാണ്ട കാശുമായിട്ട് വന്ന് നിൽക്കണേ. ഇതൊക്കെ ടെക്നിക്കാണ്. കാശ് കൊടുക്കാനുള്ള ആൾ വന്നെന്ന് പറഞ്ഞാൽ അറിയാതെ ഇങ്ങ് പുറത്തു വരും. ആരോടാണ് നീ വാചകം അടിക്കുന്നത്? അല്ല അത് എന്റെ കാറിന്റെ കാശ് ഇന്ന് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിരുന്നതാ. ലീലാവതി ഉണ്ടോ അവിടെ? അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ലീലാവതി ചേച്ചി അവിടെ ഇല്ല. രണ്ടുപേരും കൂടെ ബീച്ചിൽ പോയി. എവിടെ പോയി? ബീച്ചിൽ, കടപ്പുറം. ഞാനൊന്ന് നോക്കട്ടെ. ബീച്ചിൽ പോയി.